N. Lawrence, ex-MP, for the felicitation. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ വ്യവസായിയല്ല, ബിസിനസ്സുകാരനല്ല. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ട്രേഡ് യൂണിയൻ്റെ കണക്കാക്കുന്നില്ല, അതിന് സഹായം വേണം. ഇത്ര മെമ്പർഷിപ്പിൽ കൂടിയാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കണക്ക് പരിശോധിക്കണമെന്നില്ല. അത് അങ്ങനെ ചില ബന്ധങ്ങളല്ലാതെ ഉണ്ട്. ഈ ജോസഫ് വർഗീസായിട്ട് ഉള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവനായിട്ടുള്ള അദ്ദേഹത്തെ പരിചയമുണ്ടോ എനിക്കുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ് ചാർട്ടേഡ് അക്കൗണ്ടന്മാർ. ഞാൻ പ്രത്യേകമായി നമുക്ക് വലിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കടത്തോളിയാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. മാതായി നാരായണമൂർത്തിയാണ്. അത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അത് ചിലപ്പോൾ പരിചയപ്പെട്ടു മേനെ കഴിയുള്ള ആളായിരുന്നു. പറയാതെ കഴിയുന്നു. ഇപ്പോൾ സത്യസന്ധമായി കണക്ക് നോക്കുന്ന ആളുകളെ പോലും അംഗീകരിക്കാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ രാജ്യം വലിയ അഴിമതിയുടെ കൂമ്പാരമായി മാറിയിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. ഇത് ആരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ശീലമായിട്ടുള്ളൂ. ചെറിയ അഴിമതിയല്ല, എല്ലാം ലക്ഷക്കണക്കിന് കോടിയുണ്ട്. ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും അതിൽ ഇൻവോൾവാണ്. പക്ഷേ കണക്ക് പരിശോധിച്ചവരാണ് കുറ്റക്കാരെന്നാണ് പറയുന്നത്. അവരാരും കുറ്റക്കാരല്ല. ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ സത്യസന്ധതയ്ക്ക് സ്ഥാനമില്ലാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് വളർന്നിരിക്കുന്നു. ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം അധോഗതിയിലേക്ക് പോകും. അതിന് എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെ അഴിമതി എന്തെല്ലാം അഴിമതിയാണ്. ജെയിംസിൻ്റെ അഴിമതി, കൽക്കരി ഖനികളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി, ISR അഴിമതി, മരിച്ചുപോയ പട്ടാളക്കാരുടെ കുടുംബത്തിന് വേണ്ടി ഭൂമി നിന്നിട്ട് അവിടെ അഴിമതി, അങ്ങനെ എല്ലാം കുട്ടികളാണ് നടക്കുന്നത്. ഇതെന്തൊരു രാജ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് കണക്കെല്ലാം പരിശോധിക്കാൻ കഴിയും. സത്യസന്ധമായി കണക്ക് പരിശോധിച്ച് അംഗീകരിച്ചു. അംഗീകരിക്കില്ലെന്നാണ് CAG എതിരായിട്ടൊക്കെ വന്ന ആശയങ്ങൾ പിന്നെ വ്യക്തമാക്കുന്നത്. ഇത് ഒരിക്കലും ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. ലോകരംഗത്ത് തന്നെ അവിടെ ഒരു നാണം കെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ കഴിയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനും വീണ്ടും ആശയങ്ങളാണ്. അധികാരം പരമപ്രധാനമായിട്ട് കണക്കാക്കണം. അധികാരത്തിന് വേണ്ടി വഴിവിലാണ്. ജനാധിപത്യം സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. വോട്ട് വിലക്ക് വന്നു ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്രങ്ങൾ സ്വാധീനിച്ച് അവരെ കൊണ്ട് റിപ്പോർട്ട് എഴുതിക്കുക, പണം കൊടുത്തിട്ട്. ഈ ഒരു കാര്യങ്ങളാണ്. വിശ്വാസപ്രമേയം പാർലമെൻറ്റ് ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വിശ്വാസപ്രമേയത്തിൽ ജയിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള ആൾ വിലക്കെടുത്തിട്ട് മെച്ചപ്പെട്ടു. ഇങ്ങനൊരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയെ പോലും തകർക്കുന്ന അവസ്ഥ ഇതിലെല്ലാം ഫലമായിട്ട് വളർന്നു വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരൊക്കെ കൂടിയിരിക്കുന്നു. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സത്യസന്ധമായിട്ടുള്ള ആളുകളാണ്. എല്ലാവരെയും പരിചയമൊന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു ഭാഗമാണ് ജൂബിലി ആഘോഷം. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം കൂടുതൽ താല്പര്യതയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. താല്പര്യത ഞാൻ പറയുമ്പോൾ ജനങ്ങളുടെ ആഭിമുഖ്യത്തോടു കൂടിയെന്നാണ് ഞാൻ തോന്നുന്നത്. ജനങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് വ്യക്തികൾ മാത്രമല്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ
കഴിവുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഉണ്ടാവും എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇത്രയും വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ